ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോൺസിലൈറ്റിസ് മാറാനായിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഒരു ഹോം റെമഡി തയ്യാറാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വരുന്നൊരു പ്രശ്നമാണ് ടോൺസിലൈറ്റിസ്. കൂടുതലും കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഈ ടോൺസിലൈറ്റിസിന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുള്ളത് അല്ലേ. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ട്രീറ്റ് ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. കാരണം ഈ തൊണ്ടയുടെ ഈ ഭാഗത്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക. ഇവിടെ വീക്കവും കാര്യങ്ങളും വേദനയും ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ വല്ലാത്തൊരു പ്രശ്നമാണ്. പനിയൊക്കെ കൂടെ ഇതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടിപ്സുകളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഇടുക. അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. ഞങ്ങൾ കൃഷിലോകത്തിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പോയിട്ടൊക്കെ വന്ന് നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് സ്റ്റീഫൻ ചേട്ടന് തൊണ്ടയ്ക്ക് നല്ലൊരു വേദനയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമരുന്നൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആൾ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മുയൽ ചെവിയൻ്റെ പ്ലാന്റ് പറിച്ചെടുക്കുകയാണ്. മുയൽ ചെവിയൻ എന്ന് പറയുന്ന ഈ ഒരു ഔഷധ സസ്യം എന്താണെന്ന് വെച്ചാൽ പറമ്പിൽ കളകൾക്കൊപ്പമൊക്കെ വളർന്നു നിൽക്കുന്നതാണ്. ദശപുഷ്പങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയാണ് മുയൽ ചെവിയൻ. തൊണ്ട സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും നല്ലതാണിത്. മുയലിൻ്റെ ചെവിയുടെ ആകൃതിയുള്ള ഇലകളാണ് ഇവയ്ക്ക്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ഒറ്റ ചെവിയൻ, എലിച്ചെവിയൻ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുയൽ ചെവിയൻ്റെ പ്ലാന്റ് വേരോടുകൂടി തന്നെയാണ് പറിച്ചിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുയൽ ചെവിയനും അതേപോലെ തന്നെ കുറച്ച് കല്ലുപ്പുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ കുറച്ച് കല്ലുപ്പും കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അരകല്ലിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ ഇതേപോലെ തന്നെ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. മുയൽ ചെവിയൻ്റെ സമൂലം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ടോൺസിലൈറ്റിസ് ഉള്ള ഭാഗത്ത് തൊണ്ടയിൽ പുരട്ടി അരമണിക്കൂർ വിശ്രമിക്കുക. ടോൺസിലൈറ്റിസിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് നമുക്കിത് ഫലമാകുക. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ തന്നെ ഇത് ചെയ്യുക. പഴകിയ ടോൺസിലൈറ്റിസ് ആണെങ്കിൽ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. ഡോക്ടറെ കാണാനായിട്ടും മറക്കരുത്. മുയൽ ചെവിയൻ്റെ നീര് നമുക്ക് 1/4 ഔൺസ് നമുക്ക് കുറച്ച് തേങ്ങാവെള്ളത്തിലോ തേനിലോ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതുമാണ്. ടോൺസിലൈറ്റിസിന് മാത്രമല്ല നേത്രരോഗങ്ങൾ, പനി മുതലായവയ്ക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലിൽ മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുയൽ ചെവിയൻ സമൂലം വെള്ളം തൊടാതെ അരച്ചെടുത്തിട്ട് മുള്ള് കയറിയ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിവെക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുള്ള് താനേ ഇറങ്ങി വരും. ധാരാളം ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് മുയൽ ചെവിയൻ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും മുയൽ ചെവിയൻ ഉപയോഗിച്ചിട്ടുള്ളവരാകും ഏതെങ്കിലും തരത്തിലൊക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അറിവുകൾ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടോൺസിലൈറ്റിസ് വന്നിട്ടുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.